കോഴിക്കോട് ലോൺ ആപ്പ് വഴി പണം തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിലായി. കൊല്ലം കൊട്ടിയം സ്വദേശി ജുബിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി പ്രതി 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ശരിക്കും ദുബായിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഈ പ്രതിയെ പിടിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ലോൺ ആപ്പ് വഴി തട്ടിപ്പ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. വടകര സ്വദേശിയുടെ 20,000 രൂപയാണ് തട്ടിയെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ആ വേളയിലാണ് പ്രതി വിദേശത്തേക്ക് കടക്കുകയും പിന്നീട് പോലീസിന് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. ഈ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഈ പ്രതി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത്. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു. തുടർന്നാണ് വടകരയിൽ കൊണ്ടുവരികയും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. 20,000 രൂപ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് അന്വേഷണമെങ്കിലും ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലാണ്. അതായത് 1 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി 1 കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷൻ ഇയാളുടെ അക്കൗണ്ട് വഴി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് ലഭ്യമായിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ആരിൽ നിന്നൊക്കെയാണ് ഈ പ്രതി ഇത്തരത്തിൽ പണം തട്ടിയെടുത്തത് തുടർന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുമ്പോഴും അവർ മറച്ചുവെക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു മാനഹാനി ഭയന്നുകൊണ്ടാണ് അത്തരത്തിൽ പരാതി നൽകാനോ തുടർ നടപടിയിലേക്ക് നീങ്ങാനോ പലരും മടിക്കുന്നത്. എന്നാൽ വടകര സ്വദേശി നൽകിയ ഈ പരാതിയുടെ അന്വേഷണത്തിൽ കൂടുതൽ ആളുകളുടെ ഭാഗത്തുനിന്ന് പരാതികൾ ലഭ്യമാകും എന്നുള്ള ഒരു വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നു. ഏതായാലും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് SKN. സമീർ സി